കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻ കോച്ചിങ് ഇല്ലാതെ പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. സ്റ്റഡി മെറ്റീരിയലോ ബുക്കുകളോ എടുത്ത് വീട്ടിൽ വെച്ച് പഠിക്കുക, ഗൂഗിൾ അല്ലെങ്കിൽ യൂട്യൂബ് നോക്കി വീഡിയോ ക്ലാസ്സസ് വെച്ച് പഠിക്കുക. അങ്ങനെ പഠിക്കുന്നതും എക്സാം ക്ലിയർ ചെയ്യുന്ന കുട്ടികൾ ഒരുപാട് പേരുണ്ട്. അത് അങ്ങനെ ക്ലിയർ ചെയ്യില്ല എന്നൊരു കൺസെപ്റ്റും ഇല്ല. നമുക്ക് കൃത്യമായി വർക്ക് ചെയ്യാൻ പറ്റും, സിലബസ് പഠിച്ചെടുക്കാൻ പറ്റും, ടൈം മാനേജ് ചെയ്ത് എക്സാമിൻ്റെ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരാളാണ് അത് ചെയ്യാൻ പറ്റും. പക്ഷെ മിക്കപ്പോഴും ഇങ്ങനെ തനിയെ പഠിക്കുന്ന കുട്ടികളിലുണ്ട ഒരു പ്രോബ്ലം, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൃത്യമായി അറിയാത്തത് കൊണ്ട് ആവശ്യത്തിൽ കൂടുതൽ ടോപ്പിക്കുകൾ പഠിക്കുക, ഒരേ ടോപ്പിക്ക് മൾട്ടിപ്പിൾ ബുക്കിൽ നിന്ന് കൂടുതൽ നേരം എടുത്ത് പഠിക്കുക, കൂടുതൽ എഫേർട്ട് ഇടേണ്ടി വരിക. ദെൻ ഇതെല്ലാം കഴിഞ്ഞ് ഒരു ലെവൽ കഴിയുമ്പോൾ ഒരു 8-10 മാസമൊക്കെ കഴിയുമ്പോൾ ഒറിജിനൽ എക്സാം എഴുതുമ്പോൾ കാണും എക്സാമിൻ്റെ കട്ട് ഓഫ് 1 മാർക്കിന് പോയി, 2 മാർക്കിന് പോയി, അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് ക്ലിയർ ചെയ്തു, അടുത്ത സ്റ്റേജ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള പ്രോബ്ലം ഫേസ് ചെയ്യും. ഇതിൻ്റെയൊക്കെ ഒരു പ്രോബ്ലം കൃത്യമായി ഇവരുടെ ലെവൽ ചെക്ക് ചെയ്ത് ഒരു ഗൈഡൻസ് കൊടുക്കാനും ഇവരെ റൈറ്റ് ഡയറക്ഷനിൽ ഒരു പുഷ് കൊടുക്കാനും ഒരു അധ്യാപകനോ അധ്യാപികയോ കോച്ച് ചെയ്യാനില്ല എന്നുള്ളതുകൊണ്ട് കോച്ചിങ് എടുത്തുള്ള അഡ്വാൻറ്റേജ് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. കോച്ചിങ് ഇല്ലാതെ ചിലപ്പോൾ 1.5 വർഷം കൊണ്ട് ചെയ്യുന്ന കാര്യം നല്ലൊരു എഫക്റ്റീവ് കോച്ചിങ് ഉണ്ടെങ്കിൽ 1 ഇയറിനകത്ത് ഒരു 8 മുതൽ 10 മാസത്തിനകത്ത് ക്ലിയർ ചെയ്യാൻ പറ്റുമായിരിക്കും പല കുട്ടികൾക്കും.